പീരിയഡ്സ് മിസ്സായാൽ ഉടനെ അത് പ്രഗ്നൻസി ആണെന്ന് പറയുമോ? പൊതുവേ സിനിമയിലും മറ്റും നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. സെക്ഷുവലി ആക്റ്റീവായ ഒരു ലേഡിക്ക് പീരിയഡ്സ് മിസ്സായാൽ ഇസ് ഈക്വൽ ടു ഗർഭം. അതുപോലെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചയായുള്ളൂ 1 മാസം ഗർഭിണിയാണെന്ന് പറയുകയും അതിൻ്റെ പേരിലുള്ള നൂലാമാലകളും കണ്ടിട്ടില്ലേ? പക്ഷേ അങ്ങനെ സംഭവിച്ച തെറ്റൊന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി തുടങ്ങുന്നത് നമുക്ക് പീരിയഡ്സ് മിസ്സാകുമ്പോഴല്ല, അതിനും ആഴ്ചകൾ മുമ്പേ. ഡോക്ടർമാരുടെ കണക്കിൽ പ്രഗ്നൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ വെച്ചാണ്. ഗർഭധാരണം അത് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കപ്പുറമാണ് നടക്കുന്നത് എങ്കിൽ പോലും. നെയ്ഗൽസ് റൂൾ എന്നൊരു മെത്തേഡാണ് പൊതുവെ മെഡിക്കൽ ഫീൽഡിൽ ഇതിന് ഉപയോഗിക്കുന്നത്. അതിങ്ങനെയാണ്, അതായത് നമുക്ക് ലാസ്റ്റ് മെൻസസ് ആയതിൻ്റെ ഫസ്റ്റ് ഡേ കണ്ടുപിടിക്കുന്നു, അതിൽ നിന്ന് ഒരു 3 മാസം കുറയ്ക്കുന്നു, പിന്നെ ഒരു 7 ദിവസവും ആ ഡേറ്റിൽ നിന്ന് 1 വർഷം കൂട്ടുകയും ചെയ്യുന്നു. ആ കിട്ടുന്ന ഡേറ്റാണ് നമ്മുടെ ഡ്യൂ ഡേറ്റ്. പക്ഷേ ഒരു കാര്യം കൃത്യമായി ഓർക്കണം, ഇത് എന്ന് പറയുന്നത് ഒരു ഡെഡ് ലൈൻ അല്ല, ഒരു ഗൈഡ് ലൈൻ ആണ്. കാരണം വളരെ ചുരുക്കം കുട്ടികളാണ് കൃത്യമായി ഡോക്ടേഴ്സ് പറയുന്ന ഡ്യൂ ഡേറ്റിൽ ജനിക്കുന്നത്. 2 ആഴ്ച അങ്ങോട്ടോ 2 ആഴ്ച ഇങ്ങോട്ടോ സ്വാഭാവികം.